MLA-മാരുള്ള പാർട്ടികൾ മാണി സി കാപ്പൻ, അനൂപ് ജേക്കബ്, CP ജോൺ, ഇത് 3 പേരും നമ്മുടെ മുന്നിലുള്ളത്. അപ്പോൾ ഇതിൽ ഈ തെരഞ്ഞെടുപ്പിന്റെ ജനവിധി വന്ന ദിവസം അന്ന് വാർത്താ സമ്മേളനത്തിൽ തന്നെ അല്ലെങ്കിൽ അതിനു മുൻപും VD സതീശൻ ആവർത്തിച്ച് പല കാലയളവിൽ പറഞ്ഞൊരു കാര്യമാണ് CP ജോണിനെ മന്ത്രിസഭയിലേക്ക് എത്തിക്കുക അല്ലെങ്കിൽ നിയമസഭയിലേക്ക് എത്തിക്കുക എന്നുള്ളൊരു കടമയായി ഞങ്ങൾ കാണുകയാണ് എന്നുള്ളത്. അദ്ദേഹം അത്രയ്ക്കും അർഹിക്കുന്നുണ്ട് എന്ന് VD സതീശൻ പലകുറി പറഞ്ഞതാണ്. അപ്പോൾ CP ജോൺ 5 വർഷം ഉറപ്പിക്കുന്നുണ്ട്. ഇനി മറുഭാഗത്ത് മാണി സി കാപ്പനുണ്ട്, അനൂപ് ജേക്കബ് ഉണ്ട്. അനൂപ് ജേക്കബിനെ കുറിച്ച് നമുക്ക് പറയുമ്പോൾ എല്ലാ കാലത്തും UDF-ന് കൂടെ ഉറച്ചു നിന്ന പാർട്ടിയാണ് അവർ. ഓരോ തവണയും ഭൂരിപക്ഷം വർദ്ധിപ്പിക്കുന്നുമുണ്ട് MLA എന്ന നിലയിൽ അനൂപ് ജേക്കബ്. അപ്പോൾ ഇതിനു മുൻപ് ഫുൾ ടേം കിട്ടിയതാണ്, ഇപ്പോൾ ഒരു ഹാഫ് ടേമിലേക്ക് പോകുമ്പോൾ അത് അംഗീകരിക്കാൻ അവർ തയ്യാറാകുമോ അനന്തൻ? ആര്യ, 3 MLA-മാർ, അത് ഈ ഒറ്റ MLA-മാരുള്ള കക്ഷികളിൽ നിന്നുള്ളവർ, അതിൽ 3 CP ജോൺ, അനൂപ് ജേക്കബ്, അതുപോലെ തന്നെ മാണി സി കാപ്പൻ, ഈ 3 പേരിൽ ആര്യ സൂചിപ്പിച്ചതുപോലെ തന്നെ CP ജോൺ മന്ത്രിസ്ഥാനം 5 വർഷത്തേക്കുള്ള ഫുൾ ടൈം മന്ത്രിസ്ഥാനം ഉറപ്പിക്കുന്നുണ്ട്. അത് VD സതീശന് പ്രത്യേക താല്പര്യമുണ്ട്, കോൺഗ്രസ് നേതൃത്വത്തിനും പ്രത്യേക താല്പര്യമുണ്ട് CP ജോൺ മന്ത്രിസഭയിൽ ഉറച്ച് നിൽക്കണം എന്നുള്ളത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഒരുപക്ഷെ മത്സരിക്കുന്ന സമയത്ത് തന്നെ, തെരഞ്ഞെടുപ്പ് റിസൾട്ട് വരുന്നതിന് മുൻപ് തന്നെ ഒരു മന്ത്രി തിരുവനന്തപുരം മണ്ഡലത്തിൽ എന്ന് പറഞ്ഞു കേട്ട ഒരാളാണ് CP ജോൺ. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ കാര്യത്തിൽ തർക്കമൊന്നുമില്ല. പക്ഷേ അനൂപ് ജേക്കബിനും ഒപ്പം തന്നെ മാണി സി കാപ്പനും മുന്നോട്ട് വെച്ചിരിക്കുന്ന ഉപാധി എന്ന് പറയുന്നത് 2.5 വർഷം ടേം വ്യവസ്ഥ പാലിക്കണം എന്നുള്ളതാണ്. അതിൽ ആദ്യ ടേം ആർക്ക് എന്നുള്ള കാര്യത്തിൽ തീർപ്പാക്കേണ്ടതുണ്ട്. പക്ഷേ രണ്ടുപേരും ഫുൾ ഇയർ മന്ത്രിസ്ഥാനം വേണം എന്നാവശ്യപ്പെടുന്നതാണ്. മാണി സി കാപ്പൻ ഇന്നലെ വന്നപ്പോൾ, ചർച്ചയ്ക്ക് ആദ്യഘട്ടത്തിൽ വന്നപ്പോൾ തന്നെ മാധ്യമങ്ങളോട് പറഞ്ഞത് ടേം വ്യവസ്ഥയൊന്നുമില്ല, 5 വർഷത്തെ പരിപാടിക്കാണ് ഞാൻ ഇറങ്ങിയിരിക്കുന്നതെന്നാണ്. അതുപോലെ തന്നെ അനൂപ് ജേക്കബിന്റെ ക്ലെയിം എന്ന് പറയുന്നത് അവർക്ക് ജേക്കബിന്റെ കാലം തൊട്ടേ ആ ഒരു മന്ത്രിസ്ഥാനം ഉള്ളതാണ്, അപ്പോൾ അത് വേണം എന്നുള്ളതാണ്. പക്ഷേ അങ്ങനെ വരുമ്പോൾ ഈ അനൂപ് ജേക്കബ് ആവശ്യപ്പെടുന്നത് ഭക്ഷ്യ സിവിൽ സപ്ലൈസ് ആണ്. അപ്പോൾ ആ വകുപ്പ് കൊടുക്കുമോ എന്നുള്ള കാര്യത്തിലും തീരുമാനമില്ല. ഒരു പക്ഷേ ഈ 2.5 വർഷം ടേം വ്യവസ്ഥ പാലിക്കുകയാണെങ്കിൽ ആ വകുപ്പ് തന്നെ കൊടുക്കുകയും ഈ 2 പേരും പങ്കിട്ടെടുക്കേണ്ടിയും വരും. പക്ഷെ അവിടെയും സാമുദായിക സമവാക്യം, അപ്പോൾ അനൂപ് ജേക്കബിന് ഫുൾ ടൈം കൊടുക്കുകയാണെങ്കിൽ, 5 വർഷം കൊടുക്കുകയാണെങ്കിൽ അദ്ദേഹം യാക്കോബായ സമുദായക്കാരനാണ്. അപ്പോൾ ഓർത്തഡോക്സ് സഭയിൽ നിന്നൊരു പ്രാതിനിധ്യം മന്ത്രിസഭയിൽ ഇല്ലാതെ പോകും. അങ്ങനെ വരുമ്പോൾ ചാണ്ടി ഉമ്മനെ കൂടി പരിഗണിക്കേണ്ടി വരും. അപ്പോൾ ആ വിഷമവൃത്തം കോൺഗ്രസ് അനുഭവിക്കുന്നുണ്ട്. അത്തരം ചില സമ്മർദ്ദങ്ങൾ ചില കേന്ദ്രങ്ങളിൽ നിന്നുണ്ട്. അതുകൊണ്ടാണ് ഇന്നലെ ഒരു ഘട്ടത്തിൽ ഓർത്തഡോക്സ്, ഇപ്പോൾ അനൂപ് ജേക്കബ് വരുമ്പോൾ സ്വാഭാവികമായും ഓർത്തഡോക്സ് വിഭാഗത്തിൽ നിന്നുള്ള ഒരാളെ പരിഗണിക്കണം. ആ പരിഗണനയിൽ കൂടിയാണ് ചാണ്ടി ഉമ്മനെ കൂടി മന്ത്രിസഭയിലേക്ക് പരിഗണിക്കുന്നു എന്നുള്ള വാർത്തകൾ വന്നത്. പിന്നീട് അവസാന റൗണ്ടിൽ ആ പേരിന് മങ്ങലേൽക്കുകയും ചെയ്തു. തൽക്കാലം ഉണ്ടാവില്ല എന്നുള്ള സന്ദേശം അദ്ദേഹത്തിന് പോയതായ വിവരവുമുണ്ട്. ഒരു പക്ഷേ ഈ ചാണ്ടി ഉമ്മൻ പരിഗണിക്കപ്പെടാത്തത് കൊണ്ടായിരിക്കണം, അതും കൂടി വെച്ചുകൊണ്ടായിരിക്കണം അനൂപ് ജേക്കബിന് 2.5 വർഷം എന്നുള്ളത്. കാരണം 2.5 വർഷം കഴിഞ്ഞാൽ പിന്നെ ആ സമുദായത്തിന്റെ പ്രാതിനിധ്യം മന്ത്രിസഭയിൽ ഉണ്ടാകുകയില്ല. അപ്പോൾ അതൊക്കെ നോക്കുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം എന്തൊക്കെ കാര്യങ്ങൾ, എന്തൊക്കെ ഫാക്ടറുകളാണ് അവരുടെ ഒരു ആശയക്കുഴപ്പത്തിന് അടിസ്ഥാനം എന്നുള്ളതാണ് പ്രധാനം.